Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് AC MPPT നമ്മൾ ഇന്ന് DC MPPT മാറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ AC MPPT എന്ന് പറയുന്നത് നോർമൽ MPPT തന്നെയാണ്. അതായത് ഇപ്പോൾ നോർമൽ ഒരു ഇൻവെർട്ടർ സോളാറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഈ MPPT വെച്ചാണ് നമ്മൾ സോളാറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആ MPPT നമുക്ക് DCയിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് പറ്റില്ല. അതിന് സെപ്പറേറ്റ് നമ്മൾ MPPT ഒരെണ്ണം വാങ്ങണം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പോലെ തന്നെ ആ AC MPPTനെ DC MPPT മാറ്റണം. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ കാര്യം പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് SPS എന്ന് പറയുന്ന കമ്പനിയുടെ MPPT ആണ്. അപ്പോൾ ഈ സെറ്റിംഗ് പ്രോബും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റിംഗ് പ്രോബും വേണം, പിന്നെ നമ്മൾ തുറന്നിട്ട് അതിനകത്ത് റിലേ കണക്ഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ SPS എന്ന് പറയുന്ന കമ്പനിയുടെ MPPT മാത്രമാണ് നമുക്ക് ഈ പ്രോബ് വെച്ച് മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേറെ ഏതെങ്കിലും MPPT ആണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് പ്രോബ് നമ്മൾ MPPT എവിടെ നിന്നാണ് വാങ്ങിച്ചത് അവിടെ നിന്ന് പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ പ്രോബും വെച്ചാണ് നമ്മൾ SPS എന്ന് പറയുന്ന കമ്പനിയുടെ ഏത് MPPT ആയാലും നമുക്കത് DCയിലേക്ക് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ DCയിലേക്ക് മാറ്റുന്ന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നോർമൽ ഒരു AC MPPT SPS എന്ന് പറയുന്ന കമ്പനിയുടെ AC MPPT ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഡീസിസ്റ്റം ചെയ്യണിലേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബും വെച്ചിട്ട് നമുക്കത് DCയിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ കാര്യം പറയുന്നത് നമ്മുടെ ഈ AC MPPT എന്ന് ശരിക്കും പറഞ്ഞാൽ MPPT ഫുൾ DC ആണ്. നമ്മുടെ റിലേയുടെ അവിടെ മാത്രമാണ് അതിൻ്റെ കണക്ഷൻ മാറി വരുന്നത്. നമ്മൾ AC MPPT എന്ന് പറയുന്നത് നോർമൽ MPPT ആണ്. അവിടെ റിലേയുടെ അവിടെ നമ്മൾ ഗ്രിഡ് ഫേസ് ഇന്ന് കയറ്റി ഔട്ട് കൂടെ ഇറക്കണം. പക്ഷേ DCയിൽ നമ്മൾ നേരിട്ട് DCയിലോടാണ് കടത്തി വിടുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ആ റിലേയുടെ അവിടെ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി രണ്ടിലും സോളാർ പാനൽ കണക്ട് ചെയ്യണം, ബാറ്ററിയും കണക്ട് ചെയ്യണം, രണ്ട് MPPTയിലായാലും. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളതിനെ സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ DC MPPT മാറ്റണേക്ക് മുമ്പ് നമ്മളൊരു ചെറിയ ഡയഗ്രാം കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം കാണാൻ പറ്റും SPS എന്ന് പറയുന്ന കമ്പനിയുടെ DC MPPTയും അല്ല AC MPPTയും DC MPPTയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ആദ്യം സോളാർ പാനൽ ബാറ്ററി കണക്ട് ചെയ്യുക, അതിനുശേഷം സോളാർ പാനൽ, രണ്ടിലും ബാറ്ററിയും സോളാർ പാനൽ കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ AC ഔട്ട് പോകുന്നു, ഇൻവെർട്ടറിനേക്കുള്ള ബാറ്ററി കണക്ഷൻ ഇതിനകത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് നമ്മുടെ ഇൻപുട്ട്, അതായത് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കൊടുത്തേക്കണ ഇൻപുട്ട് KCBയുടെ ഇൻപുട്ടാണ് നമ്മൾ നേരെ നമ്മുടെ SPS എന്ന കമ്പനിയുടെ AC MPPTയിലേക്ക് നമ്മൾ ഇന്നായിട്ട് കയറ്റിയേക്കണേ. അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ആണ് പോയിരിക്കണേ. അതായത് നോർമൽ ഇൻവെർട്ടർ എങ്ങനെ സോളാർ ഇൻവെർട്ടറിലേക്ക് മാറ്റി കഴിയുമ്പോൾ കണക്ട് ചെയ്യുന്ന കണക്ഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ DCയിലേക്ക് വന്നതിന് നമുക്ക് കാണാൻ പറ്റും DCയിൽ ഇതിനൊക്കെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാറ്ററിയുടെ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ MPPTയിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ഇവിടെ അതായത് റിലേയുടെ കണക്ഷനായി ഇവിടെ ഇന്നും ഔട്ടും നമ്മൾ രണ്ടും പോസിറ്റീവാണ് എടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് നമുക്ക് DC ലോഡ് വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവാണ് വേണ്ടത്. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള മൈനസ് നേരെ DC ലോഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവും കൂടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് അങ്ങനെ പോസിറ്റീവിൽ നിന്ന് പാരലൽ ഒരു കണക്ഷൻ നമ്മൾ നേരെ നമ്മുടെ റിലേയുടെ മൂന്നാമത്തെ കണക്ഷനായ ഇവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ടാണ് നമ്മൾ DCയിലേക്ക് പോയേക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി വോൾട്ടേജ് 10.5 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. റിലേ ഓഫ് എന്ന് പറയുന്നത് 10 വോൾട്ടേക്കാണ്. അപ്പോൾ എപ്പോൾ 10 വോൾട്ട് അല്ലെങ്കിൽ 10.5 വോൾട്ട് എത്തുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ DC ലോഡ് കട്ടാവും. അപ്പോൾ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഈ AC MPPTയിൽ ഒരിക്കലും നമുക്ക് റിലേ ഓഫ് 10 വോൾട്ടിൽ വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ മാക്സിമം താഴേക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 10.5 വോൾട്ടാണ്. അതിനാലാണ് നമ്മുടെ ഇൻവെർട്ടർ പ്രവർത്തിക്കുള്ളൂ. പക്ഷേ DC ലോഡ് എന്ന് പറയുന്നത് നമുക്കൊരു 10 വോൾട്ട് വരെ നമുക്ക് കുറച്ചാലും DC ലോഡ് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് രണ്ട് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ബാറ്ററി ഫുള്ളാവുന്ന 14 വോൾട്ട് 14.5 വോൾട്ട് രണ്ട് MPPTയിലായാലും 14.5 വോൾട്ടിലാണ് നമ്മുടെ ബാറ്ററി ഫുള്ളാവുന്നത്. റിലേ ഓൺ ആവുന്നത് നമ്മുടെ AC MPPTയിൽ 14 വോൾട്ട് ആണെങ്കിൽ റിലേ ഓൺ ആവുന്നത് DC MPPTയിൽ 12 വോൾട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നമ്മളെ AC MPPTനെ പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിന് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം നമ്മുടെ MPPT ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ചാർജ് എപ്പോൾ 14 വോൾട്ട് എത്തണോ അപ്പോഴായിരിക്കും അത് സോളാറിലേക്ക് മാറുന്നത്. അതേസമയം കാരണം 14 വോൾട്ട് ഫുള്ളായി കഴിഞ്ഞിട്ടാണ് സോളാറിലേക്ക് മാറുള്ളൂ. പക്ഷേ നമ്മുടെ ഈ DC MPPTയിൽ റിലേ ഓൺ ആവുന്നത് 12 വോൾട്ടിലാണ്. അപ്പോൾ നമ്മൾ കാണാൻ പറ്റും ബാറ്ററി വോൾട്ടേജ് എപ്പോൾ 12 വോൾട്ട് ബാറ്ററി ചാർജ് ഫുള്ളായി എപ്പോൾ 12 വോൾട്ട് ആവണു അപ്പോൾ അത് നേരെ DC ലോഡ് ഓൺ ചെയ്യും, റിലേ ഓൺ ആവും. റിലേ ഓൺ ആയി കഴിയുമ്പോൾ നേരെ DC ലോഡ് നമ്മുടെ ബാറ്ററിയിൽ പ്രവർത്തിക്കും. നമ്മളിവിടെ 12 വോൾട്ട് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DC ലോഡ് എല്ലാം പ്രവർത്തിക്കുന്നത് 12 വോൾട്ടിലാണ്. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് 12 വോൾട്ട് സിസ്റ്റത്തിൻ്റെയാണ്. 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ അതിനനുസരിച്ച് വോൾട്ടേജോടെ മാറും. അപ്പോൾ നമ്മളിന്ന് 12 വോൾട്ടിൻ്റെ സിസ്റ്റം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലേ ഓൺ ആവുന്നത് 12 വോൾട്ടിൽ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററീനെ ഡിപ്പെൻഡ് ചെയ്യും, സോളാർ പാനലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ DC MPPT വർക്ക് ചെയ്യുന്നത്, അഥവാ DC ലോഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 10.0 വോൾട്ട് എത്തുന്നു അപ്പോഴായിരിക്കും നേരെ വീണ്ടും നമ്മുടെ DC ലോഡ് ഇവിടെ കട്ടാവുന്നത്. അപ്പോൾ നമ്മുടെ DC ലോഡ് 10 വോൾട്ട് DC ലോഡ് കട്ടായി കഴിയുമ്പോൾ പിന്നെ നേരെ നമുക്ക് DC ലോഡ് കിട്ടില്ല.
അതേസമയം AC MPPTയിലാണെങ്കിൽ അതായത് 11.5 വോൾട്ട് എത്തുമ്പോഴാണ് സോളാറിൽ നിന്ന് KCBയിലേക്ക് മാറുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഇൻവെർട്ടർ ത്രൂ ബൈപ്പാസ് ചെയ്തായിരിക്കും നമ്മുടെ ലോഡൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ DC സിസ്റ്റത്തിൽ നമ്മുടെ ഇത് കട്ടായി കഴിഞ്ഞാൽ DC ലോഡ് പ്രവർത്തിക്കില്ല. ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ റിലേ ഓഫ് 10.5 വോൾട്ട് അയക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇനി നമ്മളിനി കണക്ഷൻ കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഇത് ചെയ്യാൻ പോകുന്നത് 12 to 48 വോൾട്ട് എന്ന് പറയുന്ന ഐസ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ 50 ആമ്പിൻ്റെ MPPT ആണ്. ഇത് നോർമൽ AC MPPT ആണ്. ഇതാണ് നമ്മളിന്ന് DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളാർ പാനലിൻ്റെ പ്ലസ് മൈനസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയുടെ പ്ലസ് മൈനസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നമ്മളൊരു ലൂട്ട് എടുത്ത് നമ്മുടെ ഗ്രിഡ് ഫേസ്, അതായത് ഇന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രിഡ് ഫേസ് അല്ല വന്നാൽ ഇപ്പോൾ ഇത് ഗ്രിഡാണ്. നമ്മളിത് DC കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് DC ഔട്ട് തന്നെയായിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് അങ്ങനെയാണ്. കണ്ടോ, നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് തന്നെ ഒരു വയർ സെയിം അതിൽ നിന്ന് തന്നെ ഒരു ഇതെടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ലൂപ്പ് ചെയ്തേക്കാണ് നമ്മുടെ ഇന്നിലേക്ക്. ഇനി ഇതിൻ്റെ ഔട്ടാണ് നമ്മൾ DC എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. നമ്മൾ ആ ഡയഗ്രാം കാണിച്ച ആ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമ്മളിത് കണക്ഷൻസ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മുടെ റിലേ കൺട്രോൾ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. അപ്പോൾ ഉണ്ട് ബാറ്ററി മോഡ് ഇപ്പോൾ 12 വോൾട്ട് ഒന്നും വന്നിട്ടുണ്ട്. ചാർജിങ് ഫോൾട്ട് വന്നേക്കുന്നത് 14.5 വോൾട്ടാണ്. റിലേ ഓൺ ആവുന്നത് 14 വോൾട്ടിൽ. ഇനിയും റിലേ ഓഫ് ആവുന്നത് 11.5 വോൾട്ടിൽ. ആംസ് ലിമിറ്റ് 50 ആമ്പിയർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവും. നമുക്ക് അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും 12 വോൾട്ട് കാറ്റഗറി ആയതുകൊണ്ട് 12 വോൾട്ട് അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഇതായിട്ടുണ്ട്. പിന്നെ സോളാറിൻ്റെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. ചാർജിങ് നമുക്ക് വെയിലൊക്കെ ഇപ്പോൾ കുറവാനും ചെറുതായിട്ടാണ് ചാർജിങ് നടക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നോർമൽ കണ്ടീഷനുള്ള MPPT ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ഈ സെറ്റിംഗ് പ്രോബ് വെച്ചാണ് നമ്മൾ ഇതിനകത്ത് മാറ്റുന്നത്. അപ്പോൾ ഈ സെറ്റിംഗ് പ്രോബും വേണം, പിന്നെ ഇത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ റിലേ നമ്മൾ മാറ്റി കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ് പ്രോബാണ്. അപ്പോൾ നമ്മൾ സെറ്റിംഗ് പ്രോബ് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തേക്ക് അഡാപ്റ്ററിനകത്തേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രോബ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇതിൻ്റെ ഈ വയർ വന്നേക്കുന്ന സൈഡാണ് ഇതിൻ്റെ ടോപ്പായിട്ട് വരുന്നത്. അപ്പോൾ 3 സ്വിച്ച് ആണ് ഇതിനകത്ത് വരുന്നത്. നടുക്കലത്തെ സ്വിച്ച് ഞെക്കി പിടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പിൽ കയറും, അതിൻ്റെ കാലിബ്രേഷനിലേക്ക് കയറും. പിന്നെയുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഈ നടുക്കലത്തെ സ്വിച്ച് പിന്നെ അപ്പും ഡൗൺ ആണ്, അത് നമ്മൾ മാറ്റാനുള്ള സ്വിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം നടുക്കലത്തെ സ്വിച്ച് ഞെക്കി പിടിക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ സെറ്റ് കാലിബ്രേഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ടോപ്പിലത്തെ ഈ സ്വിച്ച്, അതുമ്പോൾ ഒരു പ്രാവശ്യം ഞെക്കാം. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ട. പിന്നെ സോളാർ ഇത് നമ്മളിപ്പോൾ ചെയ്യേണ്ട. പിന്നെ സോളാർ ചാർജിങ് ആംബിയർ ആണ്. പിന്നെ ബാറ്ററി ഫോൾട്ട് ഇത് നമ്മൾ 14.5 ആണ്. DC MPPT ആയാലും AC MPPT ആയാലും 14.5 തന്നെയാണ് ഇടുന്നത്. അടുത്താണ് നമ്മൾ നോക്കുന്നത് റിലേ ഓൺ. അപ്പോൾ റിലേയുടെ ഇവിടെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. റിലേ ഓൺ ഇതിനകത്ത് 14 വോൾട്ടാണ്. അത് നമ്മൾ ഈ താഴത്തെ ഏറ്റവും അടിയിലത്തെ ഇത് കുറച്ച് കൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഞെക്കി പിടിച്ചാൽ മതി. ഞെക്കി പിടിക്കുമ്പോൾ നമുക്ക് കണ്ടോ 13.8 അങ്ങനെ താഴേക്ക് കുറയുന്നത് കാണാൻ പറ്റും. നമ്മൾ റിലേ ഓൺ DC-യിലേക്കാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ DC-യിൽ നമ്മൾ റിലേ ഓൺ വെക്കേണ്ടത് 12 വോൾട്ടിലാണ്. കാരണം DC-ലോടൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ എപ്പോൾ 12 വോൾട്ട് ആവണോ അപ്പോഴായിരിക്കും നമ്മുടെ ഈ റിലേ ഓൺ ആവുന്നത്. പിന്നെ എപ്പോൾ ബാറ്ററി ചാർജ് തീരുന്നു അപ്പോഴായിരിക്കും നമ്മുടെ റിലേ ഓഫ് ആവുന്നത്. അതായത് നമ്മൾ DC-യിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 10.5 വോൾട്ടേക്കാണ്. അപ്പം കാണാൻ പറ്റും 12.4 നമ്മൾ 12 വോൾട്ടിലാണ് നിർത്തേണ്ടത്. അപ്പോൾ 12.2 12 വോൾട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റിലേ ഓഫ്. ഇത് നമ്മൾ 11.5 ആണ് AC MPPT കിടക്കുന്നത്. നമ്മൾ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 വോൾട്ട് വരെ കുറയ്ക്കാം. അപ്പോൾ നമ്മളൊരു 10.5 ആണ് ഇടുന്നത്. അപ്പോൾ DC മാത്രമാണ് നമുക്ക് പിന്നെ 10.5 ഇടാൻ പാടുള്ളൂ. നമ്മൾ AC MPPT ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം 11 വോൾട്ട് വരെ കുറയ്ക്കാൻ പാടുള്ളൂ, താഴേക്ക് കുറയ്ക്കരുത്. അപ്പോൾ നമ്മൾ DC സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 10 വോൾട്ട് അതായത് 10.5 വോൾട്ട് വരെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ വേണ്ട കറക്റ്റ് 10.5 നമ്മൾ നിർത്താം. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആംസ് ലിമിറ്റ്. ഇത് നമുക്ക് ഇതിനകത്ത് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് മാക്സിമം 10 ആംബിയർ വരെ കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ 50 ആംബിയർ തന്നെ കിടന്നാൽ മതി. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ സേവിങ് ഓപ്ഷനാണ്. പിന്നെ അത് വന്നിട്ട് നമ്മളിത് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് സേവിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഈ പ്രോബ് ഊരിയതിന് ശേഷം നമ്മുടെ ഈ സ്വിച്ച് ഉണ്ട്, ഈ 2 സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഓൺ ചെയ്യാം. സേവിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ നമുക്ക് ഡിസ്പ്ലേ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ബാറ്ററി മോഡ് 12 വോൾട്ട് വന്നിട്ടുണ്ട്. ചാർജിങ് ഫോൾട്ട് വന്നേക്കുന്നത് 14.5 വോൾട്ട്, ബാറ്ററി ഫുള്ളാവുന്നത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്നത് റിലേ ഓൺ 12 വോൾട്ട് നമ്മൾ മാറ്റിയായിരുന്നു. റിലേ ഓഫ് 10.5 വോൾട്ട്. പിന്നെ ആംസ് ലിമിറ്റ് 50 ആംബിയർ. പിന്നെ ആ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഇത് ഓട്ടോ സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് എന്ന് വന്നിട്ടുണ്ട്. സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. സോളാർ ചാർജിങ് ആയിട്ടില്ല, കാരണം വെയിൽ കുറഞ്ഞാലും നമുക്ക് ചാർജിങ് വന്നിട്ടില്ല. ചാർജിങ് എപ്പോൾ വരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററി ഇത് മാറും. കാരണം കണ്ടോ, ബാറ്ററിയിൽ 11.7 വോൾട്ടേജാണ് ഇപ്പോൾ ബാറ്ററിയിൽ ഉള്ളത്. എപ്പോൾ ബാറ്ററി 12 വോൾട്ട് എത്തണു അപ്പോഴായിരിക്കും നമ്മുടെ റിലേ ഓൺ ആണ്. അപ്പോൾ റിലേ ഓൺ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് മാറുന്നത് കാണാൻ പറ്റും. ഇതിനകത്ത് ചേഞ്ച് ഓവറും. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതിപ്പോൾ ഊരി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തുറക്കാം, നമ്മൾ കാണിച്ചു തരാം. ഇത് നമ്മൾ പയ്യെ ഊരാം. അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് നമ്മൾ സ്ക്രൂ ഒക്കെ അയച്ച് വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ റിലേയുടെ എവിടെയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. നമുക്ക് ഈ റിലേയുടെ എവിടെയാണ് അടുത്ത കണക്ഷൻസ് വേണ്ടത്. അപ്പോൾ റിലേയുടെ അവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഈ ടോപ്പിൽ മൊത്തം 3 കണക്ഷൻസാണ് നമ്മുടെ റിലേയുടെ അവിടെ വരുന്നത്. അപ്പോൾ റിലേയുടെ അവിടെ 3 കണക്ഷൻസിൽ ഈ കണക്ഷൻ, അതായത് ഇതെന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് ഈ ഇന്നാണ് നമ്മുടെ ഇവിടെ കയറുന്നത്. ഈ വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഇൻപുട്ടാണ് നമ്മുടെ ഇതിൻ്റെ രണ്ടിനെയും ചേഞ്ച് ഓവർ ആക്കുന്നത്. അതായത് റിലേ ഓണും റിലേ ഓഫ് ആക്കുന്നത് ഈ ഒരു വയറിൽ കൂടെയാണ്. അതായത് ഈ വയർ എന്ന് പറയുന്നത് ഔട്ടാണ്. അതാണ് റിലേ കൺട്രോൾ വരുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മുടെ AC MPPT എന്ന് പറയുന്ന ഈ നോർമൽ MPPTയിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും NO എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, NC എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ നോർമൽ കണ്ടീഷനിൽ ഇതിരിക്കുന്നത് NO ആണ്. NO എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ഔട്ട് കിട്ടുന്നത്. അത് AC MPPTയിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ DC-യിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഊരിയിട്ട് നമ്മൾ NC-യിലേക്ക് കണക്ട് ചെയ്യണം. NC എന്ന് പറയുന്നത് നോർമൽ ക്ലോസ്ഡ്, അതായത് നോർമൽ കണ്ടീഷനിൽ ക്ലോസ് ആയിരിക്കും. അതായത് ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ഇത് ഓണായി കിടക്കായിരിക്കും. അതായത് ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ റിലേ ഓൺ ആയിരിക്കും. റിലേ ഓൺ എന്ന് പറയുമ്പോൾ 12 വോൾട്ട് ആണല്ലോ. അപ്പോൾ 12 വോൾട്ട് നമുക്ക് ഔട്ട് കിട്ടും. അപ്പോൾ 12 വോൾട്ട് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് DC-യിലൂടെ പ്രവർത്തിക്കാൻ. അല്ലാത്ത സമയത്ത് നമ്മളിത് AC MPPTയിലേക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ റിലേ ഇരിക്കുന്നത്. അതായത് മിക്ക നമ്മുടെ ഏത് കമ്പനി എടുത്താലും ഇപ്പോൾ സ്പേസിൻ്റെ തന്നെയല്ല, വേറെ ഏത് MPPT ആയാലും ഇതുപോലത്തെ റിലേ ഉണ്ടാവും നമ്മുടെ MPPTയിൽ. അപ്പോൾ റിലേയുടെ അവിടെ ഇങ്ങനെ മൊത്തം 2 കണക്ഷൻസ് ഉണ്ടാവും. ആ കണക്ഷൻസ് നമ്മൾ മാറ്റണം. ഇതിപ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NOയിലായിരിക്കണേ, അതായത് നോർമൽ ഓപ്പൺ. അത് നമ്മൾ ഊരി NC-യിലേക്ക് കണക്ട് ചെയ്യാം. അത്രയും ചെയ്താൽ മതി ഇതിനകത്ത്. അപ്പോൾ നമുക്ക് DC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് ശേഷം നമ്മളിത് അടയ്ക്കാം. നമ്മുടെ ആ ഒരു ഇതിട്ടിട്ട് നമ്മൾ അടച്ച് സ്ക്രൂ ചെയ്യാം. പിന്നെ നമ്മൾ അതിനകത്ത് പണിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിക്കോളും. ഇനിയിപ്പോൾ അത് ചേഞ്ച് ഓവർ ആവാത്തതെന്ന് വെച്ചാൽ എപ്പോൾ ഇവിടെ ചാർജിങ്, അതായത് സോളാർ വന്ന് എപ്പോൾ ഇവിടെ ചാർജിങ് ആവണോ അപ്പോഴായിരിക്കും ഇത് റിലേ ഓൺ ആവുന്നത്. റിലേ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് റിലേ ഇത് കിട്ടും. അതായത് നമുക്ക് ഇതിൻ്റെ അടിയിൽ കാണാൻ പറ്റും ഈ ഗ്രിഡ് ഫേസ് എന്നുണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ ബാറ്ററിയുടെ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മുടെ ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ DC ലോഡ് കിട്ടും. എപ്പോൾ 10.5 വോൾട്ട് എത്തണു അപ്പോഴായിരിക്കും ഈ ഔട്ട് കട്ടാകുന്നത്. അതായത് റിലേ ഓഫ് ആവും. റിലേ ഓഫ് ആകുമ്പോൾ മൊത്തത്തിൽ DC ലോഡ് ഓഫായി പോകും. അപ്പോൾ നമുക്ക് ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് DC ലോഡ് കണക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ട് 12 വോൾട്ടിൻ്റെ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ചെറിയൊരു 12 വോൾട്ടിൻ്റെ LED സ്ലിപ്പാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വീഡിയോയിൽ നമ്മൾ ഡയഗ്രാമിൽ വരച്ച് കാണിച്ച പോലെ തന്നെയാണ് കണക്ഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. 12 വോൾട്ട് ആകുമ്പോൾ നമുക്ക് പ്ലസ് മൈനസ് ആണ് ഇത് ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ മൈനസ് നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് മൈനസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ നമ്മുടെ റിലേ ഔട്ടിലാണ് നമ്മൾ പ്ലസ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പോസിറ്റീവ്, അതായത് പ്ലസ് കണക്ഷൻ, അതായത് പോസിറ്റീവ് കണക്ഷൻ വരുന്നത് നമ്മുടെ ഈ ബാറ്ററി മേന്നാണ്. ബാറ്ററി മേന്ന് ലൂപ്പ് എടുത്താണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ, അതായത് MPPTയുടെ ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തേക്കണം. അതിൽ നിന്ന് തന്നെയാണ് സെയിം ഇതാണ് ചെറിയ വയർ ഇതിനകത്തേക്ക് കൊടുത്തേക്കണേ. നമുക്ക് വലിയ സിസ്റ്റമൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വയർ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ബാറ്ററി മേന്ന് കൊടുത്ത് ഇതിനകത്ത് കണക്ട് ചെയ്യാം. നമ്മൾ ഏത് ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യണം ആ ബാറ്ററിയുടെ പോസിറ്റീവ് തന്നെ ഇതിനകത്ത് കൊടുക്കണം. അത്രയും ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഇപ്പോൾ ഓൺ സ്വിച്ച് മാത്രമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. റിലേ സ്വിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഡിസ്പ്ലേനകത്ത് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തന്നിട്ട് ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നുണ്ട്, അതായത് ചാർജിങ് നടക്കുന്നുണ്ട്. പിന്നെ 12 വോൾട്ട് എന്നുള്ള അവിടെ ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആംബിയറും എത്ര വോൾട്ടേജും ബാറ്ററിയിലുണ്ട് നോക്കാം. സോളാർ MPPT എന്നൊന്ന് വന്നിട്ടുണ്ട്. ബാറ്ററി മോഡ് ഇപ്പോൾ 12 വോൾട്ട്, ഓട്ടോമാറ്റിക് സെലക്ട് ആണ്. അതായത് ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ട് ഇപ്പോൾ 12 വോൾട്ടാണ് ഇത് ചെയ്യുന്നുണ്ട്. സോളാർ എന്നുള്ള വോൾട്ടേജ് 14 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 13.1, അതായത് 12 വോൾട്ടിനൊക്കെ മേളിൽ വോൾട്ടേജ് ഉണ്ട്, ആംബിയറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ റിലേ കൺട്രോൾ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഉണ്ടോ, നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഡിസ്പ്ലേയിൽ റിലേ ഓൺ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 12 ആവണോ അപ്പോഴായിരിക്കും റിലേ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിലേയുടെ ഓൺ ആവും. ഉണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തെളിഞ്ഞിട്ടുണ്ട്, അതായത് 12 വോൾട്ട് എപ്പോൾ ബാറ്ററിയിലായി അപ്പോൾ നമ്മുടെ ഇത് തെളിയും, റിലേ സ്വിച്ച് ഓൺ ആണെങ്കിൽ. ഇനി ഇത് ഓഫ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ 10.5 നമ്മൾ എത്ര വോൾട്ടേജാണ് നമ്മുടെ ബാറ്ററിയിൽ റിലേ ഓഫ് സെറ്റ് ചെയ്തേക്കണം, അതായത് ബാറ്ററി ഡിസ്ചാർജിങ് 10.5 വോൾട്ടാണ്. മാക്സിമം നമുക്ക് 10 വോൾട്ട് വരെ കുറയ്ക്കാം 12 വോൾട്ട് DC സിസ്റ്റം ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ 10.5 വോൾട്ട് എത്തുമ്പോഴാണ് ഇത് ഓഫ് ആവുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്.
പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിലേ മാറ്റുമേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം റിലേ വെക്കുന്നത് ഇതിനകത്തായിരിക്കും. കണ്ടോ ഇപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് തെളിയുന്നില്ല, കാരണം നമ്മൾ റിലേ മാറ്റി. റിലേ നമ്മൾ ഈ രണ്ടാമത്തെ, അതായത് നമ്മൾ പറഞ്ഞ വരെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഇനിയും പഴയതുപോലെ തന്നെ വെക്കുക, ഇത് അടയ്ക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും റിലേ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. സോളാറിൽ നിന്നുള്ള വോൾട്ടേജും കിട്ടുന്നുണ്ട്. ചാർജിങ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 4 മണി 5 മണി സമയത്താണ്, അതുകൊണ്ടാണ് അത്രയും ആംബിയർ കിട്ടാത്തത്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് നമുക്ക് കാണാൻ പറ്റും എത്രയാണ്. സോളാർ ഔട്ട് കാണുന്നില്ല, കാര്യം ആംബിയർ ഇല്ലാത്തതിനാൽ. ഡെയിലി എത്ര യൂണിറ്റ് സേവ് ആയെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഡിസ്പ്ലേയിൽ. അപ്പോൾ ഇങ്ങോട്ട് ടോട്ടലും കാണാൻ പറ്റും എത്ര യൂണിറ്റ് വരെ MPPT വെച്ചതിന് ശേഷം ടോട്ടൽ എത്ര യൂണിറ്റ് വരെ സേവ് ആയെന്ന്, പിന്നെ അതിൻ്റെ ഹീറ്റും കാര്യങ്ങളും, പിന്നെ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും. അപ്പോൾ ഇപ്പോൾ റിലേ ഓൺ ആണ്. നമ്മുടെ ഇവിടുത്തെ അടിയിലത്തെ ഇൻഡിക്കേറ്റർ ഉണ്ടോ, അടിയിലത്തെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഈ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുന്നതും തെളിയും, കാരണം ബാറ്ററി വോൾട്ടേജ് 12 ആണ്. എപ്പോൾ 12 വോൾട്ട് എത്തും അപ്പോഴായിരിക്കും നമ്മുടെ ഓൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ DC സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ AC MPPT DC MPPT മാറ്റിയതാണ് നമ്മളിന്ന് ചെയ്തത്, അഥവാ നോർമൽ MPPT നമ്മൾ DC MPPT മാറ്റിയത്. അതെങ്ങനെയാണ് നമ്മളിന്ന് ചെയ്തത്? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ, ഈ നമ്മുടെ ഈ സെറ്റിംഗ് പ്രോബ് നമ്മുടെ എക്സ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ MPPTയിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഇതിൽ ആശ പവർ, സ്മാർട്ടൻ, അങ്ങനെ ഏത് കമ്പനിയുടെ MPPT ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണേ അതിൻ്റെയൊക്കെ സെറ്റിംഗ് പ്രോബ് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ MPPT നമുക്ക് DCയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്തത് നമ്മുടെ എക്സ്പേസ് എന്ന കമ്പനിയുടെ ഏത് MPPT ആയാലും നമുക്ക് ഈ പ്രോബ് വെച്ച് മാറ്റാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ പ്രോബും കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ എക്സ്പേസിൻ്റെ MPPT ആണ് ഇരിക്കുന്നതെങ്കിൽ പ്രോബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.